പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം. നമസ്തേ. പൊളിറ്റിക്സ് കേരളയെ സംബന്ധിച്ചിടത്തോളം അല്പം നിരാശ നൽകുന്ന ദിവസമാണിന്ന്. പ്രമാദമായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ അവിടെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നൊരു വാദഗതി ഉയരുന്നു. എന്തായാലും ദിലീപ് കേസ് അന്വേഷിച്ച സന്ധ്യ കൃത്യമായി അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ദിലീപ് കേസിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇപ്പോൾ. പൊളിറ്റിക്സ് കേരളയുടെ ചെയർമാൻ PS ശ്രീകുമാരൻ ഉണ്ട്. അദ്ദേഹവും പൊളിറ്റിക്സ് കേരളയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നു ഈ കേസിന്റെ മെരിറ്റിനെ പറ്റി. അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ശ്രീയേട്ട, വളരെ നിരാശകരമായ ഒരു ദിവസം. നമ്മുടെ പൊളിറ്റിക്സ് കേരള ഇതുവരെ പോരാടിയത് അതിജീവിതയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ഇനിയും അന്നും എന്നും എപ്പോഴും അപ്പോഴും ഇപ്പോഴും അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ വന്നിരിക്കുന്ന വിധി ഒരു താൽക്കാലിക വിധിയാണ്. കാരണം MP നികേഷ് കുമാർ പ്രതികരിച്ചതുപോലെ ഈ വിധി ഒരു താൽക്കാലികം മാത്രമാണ്. പക്ഷെ ഈ വിധി നിരാശരാക്കിയ ഒരുപാട് പേരുണ്ട്. നിരാശരാക്കിയ ഒരു സമൂഹം കേരളത്തിലുണ്ട്. പലപ്പോഴും ഈ കോടതിയിൽ നിന്ന് അതിജീവിതയ്ക്ക് തിരിച്ചടികൾ നേരിട്ടിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം. എങ്ങനെ കാണുന്നു ഈ വിധിയെ? പൊളിറ്റിക്സ് കേരളയുടെ പോരാട്ടം അതിജീവിതയ്ക്ക് വേണ്ടിയായിരുന്നു. അത് വിചാരിച്ച രീതിയിലുള്ളൊരു വിധി കിട്ടാത്തത് കൊണ്ട് നമുക്ക് നിരാശയാണ് എന്ന് നമുക്ക് കരുതേണ്ട കാര്യമില്ല. കാരണം അതിജീവിതയ്ക്ക് വേണ്ടി പോരാടിയ പൊളിറ്റിക്സ് കേരള മാത്രമല്ല, കേരളത്തിലെ വളരെയധികം ജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിയമ പോരാട്ടം അതിജീവിതയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത് അതൊരു സെലിബ്രിറ്റിക്കെതിരെയാണ് എന്ന ഒരു ചിന്ത വരുമ്പോഴാണ് അവിടെ ഒരു വ്യതിയാനം വരുന്നത്. അതിജീവിതയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ പ്രോസിക്യൂഷൻ നടത്തിയ കേസിൽ 6 പ്രതികളെ ശിക്ഷിച്ചു. വ്യക്തമാണ്. 6 പ്രതികളെയല്ലേ ശിക്ഷിച്ചിരിക്കുന്നത്? 6 പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നു. 7 പോയി 8ാമത്തെ ഒരു പ്രതിയാണ് ഈ കേസിന്റെ ഗതി മാറ്റി ജനങ്ങളെ ചിന്തിപ്പിക്കുന്നത്. അയാളും ഒരു പ്രതി മാത്രമാണ്. അയാൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അയാളെ ശിക്ഷിക്കാത്തത് നിരാശയാണ് എന്ന് കരുതുന്നത് ശരിയായ രീതിയല്ല. പക്ഷെ ഈ വിധിയിൽ തൃപ്തിയില്ല, ബാക്കി പ്രതികളും ശിക്ഷിക്കപ്പെടണം എന്ന സമീപനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായും വഴികൾ തുറന്നു കിടപ്പുണ്ട്. ഉയർന്ന കോടതികളുണ്ട്, അപ്പർ കോർട്ട്സ് ഉണ്ട്, അവിടെ അപ്പീലിന് പോകാം. പക്ഷേ ഒരു ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാനാണ് കേസ് നടത്തുന്നത്. പക്ഷേ ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോകുന്നതിന് ഒരുപാട് വഴികൾ തുറന്നിട്ടിരിക്കുന്ന ഒരു നീതിന്യായ സംവിധാനമാണ് നമ്മുടേത്. ഒരു കുറ്റവാളിയെ തീർച്ചയായും ഒരു സംശയത്തിന്റെ ആനുകൂല്യത്തിൽ തന്നെ രക്ഷപ്പെടാൻ സാധിക്കും. മറ്റു പല ഘടകങ്ങളിലൂടെയും അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന നിഗമനത്തിലെത്താൻ സാധിക്കുമെങ്കിലും ഈ സ്ഥാപിക്കപ്പെടുന്ന തെളിവുകളിൽ സംശയത്തിന്റെ ലാഞ്ചനയുണ്ടെങ്കിൽ പോലും കുറ്റവാളി രക്ഷപ്പെട്ടു പോകും. അങ്ങനത്തെ വളരെ ശ്രേഷ്ഠമായ ഒരു നിയമ സംവിധാനവും നിയമ നടപടിക്രമങ്ങളുമാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിലുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ 7-8 പ്രതികൾ രക്ഷപ്പെട്ടു പോയത് പലവിധ കാരണങ്ങളാണ്. ശരിക്കൊരു വിധിന്യായം എന്താണെന്ന് നമ്മൾ വായിച്ചിട്ടില്ല, നമ്മുടെ കയ്യിൽ അത് ലഭിച്ചിട്ടുമില്ല. അത് വൈകാതെ തന്നെ അത് നമുക്ക് ലഭിക്കും. പക്ഷെ അതിജീവിതയുടെ ഭാഗത്തുള്ളവര്, പ്രോസിക്യൂഷൻ ഭാഗത്തുള്ളവര്, പ്രസിദ്ധരായ AAS IPS ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പീലിന് പോകുമെന്ന്. പക്ഷെ നിയമവിദഗ്ധർ ഇത് അപ്പീലിന് പോയാൽ എത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ളതും പല സ്ഥലത്തായിട്ട് പറയുന്നുണ്ട്. ഒരു സെലിബ്രിറ്റിയെ മാറ്റി നിർത്തിയിട്ട് വെറും ഒരു സാധാരണക്കാരനായ ഗോപാലകൃഷ്ണൻ 8ാം പ്രതിയായി നിൽക്കുന്ന ഈ കേസിൽ അയാളുടെ പങ്ക് വ്യക്തമാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പരാജയത്തിന്റെ കാരണം. അയാളുടെ പങ്ക് തെളിയിച്ചാൽ അയാളുടെ മേലുണ്ടായ സംശയങ്ങളുടെ ആനുകൂല്യം ഒരുപക്ഷെ അയാളെ രക്ഷപ്പെടുത്തിയേക്കും. അതായിരിക്കണം ഇവിടെ സംഭവിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. പൊളിറ്റിക്സ് കേരളയ്ക്കോ അതുപോലെ അതിജീവിതയ്ക്ക് വേണ്ടി ഇതുവരെ നിന്നിട്ടുള്ള ചാനലുകൾക്കോ നിരാശ വേണ്ട. ഇനി എന്നും ഇത്തരം അതിജീവിതമാർക്ക് വേണ്ടി തന്നെ അന്തസ്സോടെ ഈ ചാനലുകൾ നിലകൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കേസിന്റെ വിധി വന്ന ശേഷം ദിലീപ് പ്രതികരിച്ചത് 2 പേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഒന്ന് മഞ്ജു വാര്യരെയും മറ്റൊന്ന് നമ്മുടെ സന്ധ്യ മാഡത്തെയും. സന്ധ്യ മാഡത്തിന്റെ പേര് പറഞ്ഞില്ല, മഞ്ജുവിന്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് ദിലീപ് പ്രതികരിച്ചു. ആ പ്രതികരണം ദിലീപിന്റെ ഉള്ളിൽ കിടന്ന പകയുടെ തെളിവാണോ?
ദിലീപ് എന്ന വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ ഒരു വശത്ത്, ഈ കേസിൽ അയാളുടെ ഇൻവോൾവ്മെന്റും അത് തെളിയിക്കുന്ന തെളിവുകളും മറുവശത്തുമാണ്. അയാൾ ഒരുപാട് ആൾക്കാരുടെ പക ദിലീപ് എന്ന് പറയുന്ന വ്യക്തി വിളിച്ചു വരുത്തിയിട്ടുള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം കൂടിയുള്ള ശിക്ഷ ഈ കേസിലൂടെ നടത്തിയെടുക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ദൈവനീതിയുടെ സ്വഭാവത്തിലേക്കാണ് പോകുന്നത്, അല്ലാതെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നടത്തിപ്പിന്റെ രീതിയിലേക്കല്ല പോകുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറി നോക്കുന്നത് അവരുടെ മുന്നിൽ വന്ന കേസിൽ പ്രതിക്കെതിരെ സംശയാതീതമായി പ്രോസിക്യൂഷൻ എന്തൊക്കെ തെളിയിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വ്യവസ്ഥകൾ തീർച്ചയായിട്ടും ഇന്ത്യൻ മഹാജനതയുടെ സംരക്ഷണത്തിനായിട്ടുള്ളതാണ്. പല കേസുകളിലും ജനം ഇഷ്ടപ്പെടുന്ന പ്രതിയെ ശിക്ഷിക്കാതെ കോടതികൾ വെറുതെ വിടുമ്പോൾ ജനങ്ങൾ രോഷാകുലരാകുന്നു, കോടതിയെ കുറ്റം പറയുന്നു. പക്ഷെ ആക്ച്വലി ആ ജനത്തിന് വേണ്ടി തന്നെയാണ് തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വിടുന്നത്. അങ്ങനെ വിടാത്തൊരു സാഹചര്യത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആർക്കും പ്രോസിക്യൂഷന് കോടതിയുടെ മുമ്പാകെ കുറ്റം ആരോപിച്ച് കൊണ്ടുവരാം, അവരെല്ലാം തെളിവില്ലാതെ തന്നെ ശിക്ഷിക്കാമെന്ന അവസ്ഥയിൽ കൃത്യമായും ക്രൂരമായ ഏകാധിപത്യത്തിൽ രാജ്യം അമർന്നു പോകും. അങ്ങനെ അമരാതിരിക്കാൻ ഭരണകൂട ഭീകരതയെ ചെറുക്കാനായിട്ടാണ് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ പ്രതികളെ വെറുതെ വിടുന്നതും തീർച്ചയായും സംശയാതീതമായി കുറ്റം തെളിയിച്ചാൽ മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയുള്ളതും. ആ വ്യവസ്ഥയിലാണ് പല കുറ്റവാളികളും രക്ഷപ്പെട്ടു പോകുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ മേൽക്കോടതിയിലേക്ക് ഈ കേസ് പോകുമെന്നാണ് അതിജീവിതയുടെ മാനേജർ എന്നോട് പറഞ്ഞത്. പൊളിറ്റിക്സ് കേരളയും റിപ്പോർട്ടർ ചാനലുമാണ് ഈ സംഭവം ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ സംഭവം 4 വർഷം മുമ്പ് ഉയർത്തിക്കൊണ്ടുവന്നത് റിപ്പോർട്ടർ ചാനലിൽ ബാലേന്ദ്രകുമാർ എത്തുന്നു. പൊളിറ്റിക്സ് കേരള എന്നെ വിളിച്ചിട്ടാണ് ബാലേന്ദ്രകുമാർ റിപ്പോർട്ടർ ചാനലിൽ പോകുന്നത്. റിപ്പോർട്ടർ ചാനലിന് വേണ്ടി നികേഷ് കുമാർ ആ സ്റ്റോറി അടിക്കാൻ ചങ്കുറപ്പ് കാണിക്കുന്നു. പിന്നാലെ പൊളിറ്റിക്സ് കേരള അടിച്ചു തുടങ്ങുന്നു. പൊളിറ്റിക്സ് കേരളയ്ക്ക് പ്രേക്ഷക പിന്തുണ, വൻപിച്ച ഒരു പ്രേക്ഷക പിന്തുണ ഈ സ്റ്റോറിയിലൂടെ ലഭിച്ചു. ഭീഷണികളുണ്ടായി, പല വിധത്തിലുള്ള ചതിപ്രയോഗങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ആ കാലത്ത് പൊരുതിയത്. പ്രേക്ഷകർ കൂടെ ഉണ്ടായിരുന്നു, അവരൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഫോൺ വിളിച്ചും മെസ്സേജുകൾ അയച്ചും എന്തിന് കൂടെ വന്ന് പ്രൊട്ടക്ഷൻ തരാൻ വരെ നിന്ന പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇത് മേൽക്കോടതിയിൽ പോവുകയാണ് വിജയിക്കുന്നത്. മേൽക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കേസിന്റെ മെറിറ്റ് എങ്ങനെയായിരിക്കും? ഇവിടെ 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പൊളിറ്റിക്സ് കേരള ഈ സംഗതി പുറത്തു കൊണ്ടുവന്നു. പൊളിറ്റിക്സ് കേരള മാത്രമല്ല, റിപ്പോർട്ടർ ചാനലുണ്ടായിരുന്നു. ബാലചന്ദ്രകുമാർ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെയും കേസുണ്ട്, ദിലീപ് അറസ്റ്റിലായി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ദിലീപിനോട് വൈരാഗ്യമുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. കോടതിയുടെ മുമ്പാകെ ഒരു പീഡനത്തിന്റെ കേസ് വന്നിരിക്കുന്നു, ഒരു സ്ത്രീ പീഡനത്തിന്റെ കേസ് വന്നിരിക്കുന്നു. ഈ സപ്പോർട്ട് ചെയ്തവരെല്ലാം സ്ത്രീ പീഡനത്തിനെതിരെ ധാർമ്മിക രോഷം കൊള്ളുന്നവരാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പൊളിറ്റിക്സ് കേരള എപ്പോഴും സ്ത്രീ പീഡനത്തിനെതിരെ നിൽക്കുന്ന ചാനലാണ്, അല്ല ദിലീപിന്റെ നേർക്ക് പകയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ചാനലായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. സ്ത്രീ പീഡനങ്ങൾ ഈ രാജ്യത്ത് നടക്കാൻ പാടില്ല. അതിനെതിരെ അരയും തലയും മുറുക്കി പൊളിറ്റിക്സ് കേരള ഉണ്ടാകും. പക്ഷെ ഇന്ന് ഈ കേസിനെ അനുകൂലിക്കുന്ന എല്ലാവരും ആ അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്ന ശുദ്ധമായ ആഗ്രഹത്തിന് പുറമെ പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ ശിക്ഷിക്കണം എന്ന രീതിയിൽ വരുന്നത് തീർച്ചയായും നമ്മുടെ സ്ത്രീ സുരക്ഷിതത്വത്തിന് ശക്തി പകരുന്ന ഒന്നല്ല. ഒരു പക വീട്ടേണ്ട രസതന്ത്രമായി അത് മാറിപ്പോവും. പൊളിറ്റിക്സ് കേരളയ്ക്ക് ആ രസതന്ത്രം ഇല്ല. ഇനി കേസിന്റെ മാത്രം മെറിറ്റ്സ് വെച്ച് മോൾ കോടതികളിൽ അപ്പീലിന് പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വിധിന്യായം വായിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ഏതെല്ലാം തെളിവുകൾ ഇപ്പോഴത്തെ വിചാരണ കോടതി പരിഗണിച്ചില്ല, പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ മേൽക്കോടതിയിൽ എന്ത് റിസൾട്ട് ഉണ്ടാകുമെന്ന് കുറെയെങ്കിലും നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ പ്രതിഭാഗം വക്കീൽ എപ്പോഴും പ്രതിഭാഗം വിജയിക്കുമെന്ന് പറയും, വാദിഭാഗം വക്കീൽ എപ്പോഴും വാദിഭാഗം ജയിക്കുമെന്ന് പറയും. അവർക്ക് അതിൻ്റെതായ കാരണങ്ങളും ഉണ്ടാവും. പക്ഷെ അവർ പറയുന്ന രീതിയിൽ തന്നെ നീതിപീഠം അവരുടെ വാദഗതികളെ ഉൾക്കൊണ്ട് ഒരു വിധി പറഞ്ഞു എന്ന് വരില്ല. ഇപ്പൊ കോടതി കേസിന് പോയാൽ അസന്നിഗ്ധത ഒരുപാടുണ്ട്. അസന്നിഗ്ധമായി ഒരു അഭിപ്രായം പറയാൻ കഴിയും, സന്നിഗ്ധത ഒരുപാടുണ്ട്. അതുകൊണ്ട് മേൽക്കോടതികളുടെ വിധി എന്താണെന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇത്രയാണ് പൊളിറ്റിക്സ് കേരളയിൽ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു.
ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അതിജീവിതമാർക്ക് വേണ്ടി, ഒരതിജീവിതയ്ക്കെന്നല്ല, അതിജീവിതമാർക്ക് വേണ്ടി പോരാടാൻ പൊളിറ്റിക്സ് കേരള എന്നുമുണ്ടാകും. നേരിന് നേരെ വിരൽ ചൂണ്ടുന്നത് നെറികേടാണെങ്കിൽ ആ നെറികേട് പൊളിറ്റിക്സ് കേരളയുടെ പാരമ്പര്യമായിരിക്കും. അന്നും ഇന്നും എപ്പോഴും അപ്പോഴും ഇപ്പോഴും. നമസ്തേ. നമസ്തേ.